നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. വയനാട് പഞ്ചായത്തിനോട് ചേർന്നുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരുനില കെട്ടിടമാണ് കാണുന്നത്. കണ്ടല്ലോ, താഴെ നിലയിലെല്ലാം ഒരുപാട് കടകളുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് പുറമേക്കൊക്കെ. അതിൻ്റെ ഈ സൈഡ് കണ്ടല്ലോ, ഈ സൈഡിൽ ഒരുപാട് കടകളുണ്ട്. ഇതിനകത്തോടെയാണ് ഈ മത്സ്യ മാർക്കറ്റിലോട്ടൊക്കെ പോകേണ്ടത്. ഇവിടെയൊക്കെ പല നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ചില കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്. കാരണം ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ജീർണിച്ച് തകർന്ന് വീഴാറായ നിലയിലാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതിന് ശേഷം, ഇത് നിർമ്മിച്ചിട്ട് 50 വർഷത്തിലേറെയായി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ LDF ഭരണ സമിതിയാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ആ കാലഘട്ടങ്ങളിലൊന്നും ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യാതെ ഈ പരുവത്തിലാക്കി. കണ്ടല്ലോ, ഈ മൊത്തത്തിൽ കമ്പികൾ ഇതിൻ്റെ അകമാണ് കാണുന്നത്. മേളനിലെ ഒരു റൂമിലെ അകമാണ് ഈ കാണുന്നത്. മൊത്തം ഇളകി തകർന്ന് വീഴാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ഷീറ്റിനകത്തൂടെയാണ് നമ്മളിത് കാണിക്കുന്നത്. കണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണാൻ പറ്റും. ഏത് നിമിഷവും വീഴാവുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ മുകൾ വശം കാണുന്നത്. കണ്ടല്ലോ, ഇതിന് താഴെയാണ് ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവരുടെ അടുത്തൊക്കെ മാറാൻ പറഞ്ഞിട്ടും പലരൊന്നും മാറിയിട്ടില്ല. ചില കടക്കാരൊക്കെ മാറി, പലരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് വേറെ കടമുറി കിട്ടാത്തതുകൊണ്ടാണ് കാരണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ കെട്ടിടം കണ്ടല്ലോ, സിമൻറ്റ് പാളികളൊക്കെ ഇളകി ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ പുതിയ ഭരണസമിതിയാണ്. 70 വർഷത്തിന് ശേഷം UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരത്തിൽ ഏറ്റിരിക്കുന്നത്. എന്തായാലും അവരെങ്കിലും ഇത് ഇടപെട്ട് ഈ തകർന്ന് വീഴുന്നതിന് മുമ്പ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുത്തൻ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും ഒരു പെങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, കേട്ടിട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയുണ്ട് ഇവിടെ വയനാട് ഷോപ്പിംഗ് കോംപ്ലക്സ് എങ്ങനെയുണ്ട്? ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടിഞ്ഞ് വീഴാറായി കിടക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി കയറിയിട്ട് പോലും ഇത് ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ വർഷം കൊണ്ട് എല്ലാ താഴെ കച്ചവടവും നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി. ഇനി ഈ കയറിയ ഭരണസമിതിക്കാരെങ്കിലും എന്തെങ്കിലും ഇതിന് പരിഹാരം കാണണം. അല്ല, ഇത് അത്രയധികം ജീർണിച്ച് കിടക്കുക. അതുകൊണ്ട് കോഴിക്കോട് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. അപ്പോൾ കണ്ടല്ലോ, വയനാട് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ കോംപ്ലക്സിന് താഴെ ഒട്ടനവധി കടകളുണ്ട്. ചിലവരൊക്കെ കട അടച്ചു പോയിട്ടുണ്ട്. പക്ഷേ മുകൾ നില തകർന്ന് ജീർണ അവസ്ഥയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവം. അവിടെ വലിയങ്ങാടിയിൽ 4 തൊഴിലാളികളാണ് കെട്ടിടം തകർന്നു. അവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കെട്ടിടം തകർന്ന് മരണപ്പെട്ടത്. അത് ആവർത്തിക്കാതിരിക്കാൻ ഈ വയനാട്ടിൽ കെട്ടിടം അടിയന്തരമായിട്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പണിയണമെന്നാണ് ന്യൂസ് ഇന്ത്യ 24 പറയാനുള്ളത്.